അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ അവരും ഈ പ്രബോധനം പിന്നീട് ഏറ്റെടുക്കുകയുണ്ടായി. തനിക്ക് കഴിയുന്ന മേഖലയിലൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കൾ, വിവാഹം കഴിഞ്ഞതും അല്ലാത്തതുമായ പെൺമക്കളോടൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹ പ്രബോധനം നടത്തുകയുണ്ടായി. പെൺമക്കളൊക്കെ മുസ്ലിം ആയത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന കുറച്ച് സ്വഹാബികളുടെ പേരുകൾ നമുക്കൊന്ന് കേട്ടുപോകാം. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന, കാരണം ഈ ഒരു ദീൻ ആദ്യമായി ഏറ്റെടുത്ത ആളുകളാണ്. അവർക്ക് ഇസ്ലാമിൽ വളരെ സ്ഥാനമുണ്ട്. ഒരു ഇസ്ലാം വളരെ ശക്തി പ്രാപിച്ച് പിൽക്കാലത്ത് ഖിലാഫത്തൊക്കെ ഉണ്ടായപ്പോൾ ഇസ്ലാമിലെ ബൈത്തുൽ മാലിലെ സമ്പത്തുകൾ സ്വഹാബികൾക്കൊരു പെൻഷൻ പോലെ നൽകിയിരുന്ന ഉമറുല്ലാഹിൻ്റെ കാലത്തൊക്കെ ആളുകൾക്ക് പെൻഷൻ്റെ അളവ് നിശ്ചയിച്ചിരുന്നത് വരെ ഇസ്ലാമിലുള്ള സ്ഥാനം നോക്കിയിട്ടാണ്. അതിലാദ്യം ഏതാണ്? ആദ്യം അശറത്തുൽ മുബശ്ശിരീൻ, അതുപോലെ തന്നെ ഏറ്റവും ആദ്യം സാബിഖൂനുൽ അവ്വലൂൻ എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ വിശദീകരിച്ച സ്വഹാബികളൊക്കെ ഉൾക്കൊള്ളുന്ന ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, പിന്നീട് മുഹാജിറുകളായ ആളുകൾ, ബദറിൽ പങ്കെടുത്ത ആളുകൾ, അങ്ങനെയാണ് അതിൻ്റെ സ്ഥാനത്തിൻ്റെ ശ്രേണി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അത്രത്തോളം വളരെ സ്ഥാനമുള്ള ഇസ്ലാം ആദ്യമായി ഏറ്റെടുത്ത ആളുകളാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന കുറച്ച് ആളുകൾ. അതിലൊന്ന് ഈയൊരു നമ്മൾ നേരത്തെ വിശദീകരിച്ച ആളുകളിൽ നിന്ന് അത് കഴിഞ്ഞ് പിന്നീട് മുസ്ലിമായ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ നമുക്ക് പറയാം. ഒന്ന് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. സ്വഹാബികളുടെ പേരുകളൊക്കെ നമ്മൾ പിന്നീട് ഹദീസുകളിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്ന് ഓർമ്മ വരാൻ കൂടിയാണ്. സ്വഹാബികളുടെ പേരുകളൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് പരിചയപ്പെടാൻ കൂടി വേണ്ടിയാണ് ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികളുടെ പേരുകൾ പ്രത്യേകതയോടുകൂടി നമ്മൾ എടുത്തു പറയുന്നത്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, ഇസ്ലാമിലെ വിശ്വസ്തൻ, അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പ്രവാചകൻ പുകഴ്ത്തിയ ആളാണ് അബൂ ഉബൈദ. അതുപോലെ തന്നെ അബൂ സലമ, അതുപോലെ തന്നെ അർഖം ഇബ്നു അബിൽ അർഖം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പിന്നീട് മുസ്ലിങ്ങൾ ദാറുൽ അർഖമിലാണ് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അന്ന് അദ്ദേഹത്തിന് 15-16 വയസ്സേ ഉള്ളൂ അർഖം റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുമ്പോൾ. അതുപോലെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മായ ഖുദാമ അബ്ദുള്ള, അതുപോലെ തന്നെ ഉബൈദ് ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ തന്നെ മറ്റൊരു പേരക്കുട്ടി, ഹാരിസ് എന്ന മകൻ്റെ മകൻ ഉബൈദ. സയ്യിദ് ഇബ്നു സെയ്ദ് എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. സഹോദരിയും ഇസ്ലാം സ്വീകരിച്ചു, ഫാത്തിമ ബിൻതുൽ ഖത്താബ്, അവരുടെ ഭർത്താവ് സയ്യിദ് ഇബ്നു സെയ്ദ്. അതുപോലെ തന്നെ അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ. അവർ പിന്നെ ഉമ്മുൽ ഫضൽ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു വനിത കൂടിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ഉമ്മുൽ ഫضൽ. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം കഴിഞ്ഞ് മക്കം ഫതഹിൻ്റെ സന്ദർഭത്തിലൊക്കെയാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ഖബ്ബാബ് ഇബ്നുൽ അറത്ത്, വളരെയേറെ പീഡനങ്ങളെ ഏറ്റുവാങ്ങിയ ഒരു സ്വഹാബിയാണ് ഖബ്ബാബ് ഇബ്നുൽ അറത്ത്. ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ, ആ സ്വഹാബിയെ ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, പ്രസിദ്ധനല്ലാത്തൊരു സ്വഹാബിയാണ് ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആട്ടിടയനായിരുന്നു. ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത് എന്ന് പറയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡനങ്ങൾ ഏൽപ്പിച്ച ആ ഖുറൈശികളിലെ പ്രമുഖനായ ആളുടെ ജോലിക്കാരനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹം ഒരിക്കൽ ആടിനെ മേച്ച് നടക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. ചോദിച്ചു, കുറച്ച് പാല് തരുമോ എന്ന് ചോദിച്ചു. ദാഹം കൊണ്ട് കുറച്ച് പാല് തരുമോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇല്ല, ഇത് ഞാൻ എൻ്റെ യജമാനൻ്റെയാണ്, തരാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുവരെ ഒരു മുട്ടനാടുമായി ഇണചേരാത്ത ഒരു പെണ്ണാടുണ്ട് എങ്കിൽ അതിനൊന്ന് കാണിച്ചു തരാമോ എന്ന് വെച്ചു. അങ്ങനെ ഒരു ആടിനെ കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാല് കറക്കുകയും അതിൻ്റെ അകിടിൽ തടകുകയും അതിൽ നിന്ന് പാല് ചുരന്ന് വന്ന് റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിക്കുകയും ചെയ്തു. അത് കണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന വ്യക്തിക്ക് അത്ഭുതമായി. ആ മനുഷ്യൻ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, അദ്ദേഹം വന്ന് ചെറിയ കുട്ടിയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചെറിയ കുട്ടി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്താണ്? അത് എനിക്ക് കൂടി പഠിപ്പിച്ചു തരുമോ? എന്താണ് നിങ്ങൾ ആരാണ് എന്നൊക്കെയുള്ള ഒരു അത്ഭുതത്തോടു കൂടി അദ്ദേഹം ചോദിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. റസൂലുള്ളാഹി അന്ന് ആ ചെറിയ കുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ തലയിൽ തടവിക്കൊണ്ട് സ്നേഹത്തോടു കൂടി തലോടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് കരുണ ചെയ്യട്ടെ കുട്ടി, ഫഇന്നക ഗുലയ്യിമുൻ മുഅല്ലം, നീ പഠിപ്പിക്കപ്പെട്ട ഒരു ചെറിയ കുട്ടിയാണ്, അഥവാ അറിവ് നേടാൻ കഴിയുന്ന അറിവുള്ളൊരു കുട്ടിയാണ്. അഥവാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ആരായി മാറി എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും
അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് സൂറത്തുൻ നിസാ എനിക്കൊന്ന് ഓതിത്തരുമോ? അല്ലയോ റസൂലെ, അങ്ങേക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്, ഞാൻ അങ്ങോട്ട് ഓതിത്തരേ? അല്ല, എനിക്ക് കേൾക്കാൻ ആഗ്രഹം. ഓതി. അവസാനം ഒരായത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിർത്തിയത്. ആർക്കെങ്കിലും ഖുർആൻ ശരിയായി ഓതാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മൻ അഹബ്ബ അൻ യഖറഅൽ ഖുർആന ഗല്ലൻ കമാ ഉൻസിൽ, ഇറങ്ങിയതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയതുപോലെ അതേ രൂപത്തിൽ ക്ലിയറായി ഓതാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഫൽയഖറ ഖിറാഅത്ത് ഇബ്നു ഉമ്മി അബ്ദ്, ഇബ്നു ഉമ്മി അബ്ദ് എന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ഓത്ത് നോക്കി പഠിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. 4 ആളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞതിൽ ആദ്യമായി എണ്ണിയ ആളുടെ പേരും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്നാണ്. അത്രത്തോളം അദ്ദേഹം വളരുകയും പിൽക്കാലത്ത് ഖുർആനിൽ വിശേഷിച്ചു ഒരായത്ത് പോലും വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയത് എനിക്ക് അറിയാതെ പോയിട്ടില്ല എന്ന് പറയാൻ മാത്രം വിശുദ്ധ ഖുർആനിൽ അവഗാഹം നേടുകയും ചെയ്ത സ്വഹാബിയാണ്. അതുപോലെ തന്നെ അമ്മാർ ഇബ്നു യാസിർ, അന്ന് അദ്ദേഹം ചെറുപ്പക്കാരാണ്. അദ്ദേഹം അന്ന് ആദ്യകാലത്ത് മുസ്ലിമായ ആളുകളിൽപ്പെട്ടതാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ മുസ്ലിം ആയപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വമാ മഅഹു ഇല്ലാ ഖംസത്തു അഅബുദ്, റസൂലിനോടൊപ്പം അന്ന് 5 അടിമകളാണ് ഉണ്ടായിരുന്നത്. വംറഅത്താൻ, 2 സ്ത്രീകളും, അഥവാ മുസ്ലിങ്ങളായി അത്ര പേരെ ഉള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് പുറമെ അബൂബക്കറും. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിക്കുന്നത് 5 അടിമകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, പിന്നീട് വളർത്തുമകനായ സെയ്ദ് ഇബ്നു ഹാരിസ, അതുപോലെ തന്നെ വേറെ 2 ആമിർ ഇബ്നു ഫുഹൈറ, അബൂ ഫുക്കൈഹ എന്ന് പറയുന്ന 2 ആളുകൾ. ഹിജ്റ പോകുമ്പോൾ റസൂലിനെ സഹായിക്കുന്നത് ഇവർ 2 പേരുമാണ്. അതുപോലെ തന്നെ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ യാസിർ, അദ്ദേഹം അടിമയായിരുന്നു. അതുപോലെ തന്നെ 2 സ്ത്രീകൾ എന്ന് പറഞ്ഞത് ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, ഒന്നുകിൽ അതിൻ്റെ കൂടെ ഉമ്മു ഐമൻ റസൂലിൻ്റെ പോറ്റുമ്മ, അതല്ലെങ്കിൽ അമ്മാർ ഇബ്നു യാസിറിൻ്റെ തന്നെ ഉമ്മ സുമയ്യ, ഇവരായിരിക്കാം എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അത്രത്തോളം ചുരുങ്ങിയ ആളുകളാണ്. അപ്പോൾ അന്ന് അമ്മാർ ഇബ്നു യാസിർ വളരെ ആദ്യത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ അംർ ഇബ്നു അബസ എന്ന് പറയുന്ന സ്വഹാബിയും ഇസ്ലാമിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ഒരു മനുഷ്യനായിരുന്നു. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ അദ്ദേഹത്തിൻ്റെ സംഭവം വിശദമായി ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സിലൊരു സംശയം ചോദിച്ചിരുന്നു, അന്ന് ജാഹിലിയ കാലത്തിൽ ശിർക്കൊന്നും ചെയ്യാത്ത തൗഹീദുള്ള ആളുകൾ ഉണ്ടായിരുന്നോ എന്ന്. നല്ല വിശ്വാസത്തിൽ ഉള്ള അദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്നത് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. ഞാൻ ജാഹിലിയ കാലത്തിലായിരുന്നപ്പോൾ എനിക്ക് ഈ ആളുകളൊക്കെ വഴിപിഴവിലാണ് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് ഈ അധാർമികതയും അന്ന് മക്കയിലും അറബികൾക്കിടയിലും ഉണ്ടായിരുന്ന ഇത്തരം ദുസ്വഭാവങ്ങളെയൊക്കെ വെറുപ്പായിരുന്നു. ഞാൻ ഇവരൊക്കെ ഇങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കുന്നത്. മക്കയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അയാൾ വന്നു. അല്പം ദൂരെ നിന്നാണ് റസൂലിനെ കാണാൻ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒളിച്ച് പ്രബോധനം നടത്തുന്നത് ആദ്യകാലമാണല്ലോ, ഈ കാലത്ത് വന്നു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ചോദിച്ചു, മാ അന്ത്, ആരാണ് താങ്കൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നബിയാണ്. വമാ നബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല അർസലനില്ല, അള്ളാഹു അയക്കുന്ന, അള്ളാഹു ദൂതനായി നിയോഗിക്കുന്ന ആളാണ് നബി, അയാളാണ് ഞാൻ. എന്താണ്? വബി അയ്യി ഷൈഇൻ അർസലക്, എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങളെ അയച്ചത്, എന്താണ് നിങ്ങൾ പ്രബോധനം ചെയ്യുന്നത്? അപ്പോൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആദ്യമായി പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനോടൊപ്പം എണ്ണിയ കാര്യങ്ങളാണ് കുടുംബബന്ധം ചേർക്കലും ശിർക്കിൽ നിന്ന് ഒഴിവാകലും. അപ്പോൾ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധനത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാര്യങ്ങളിൽപ്പെട്ടതായിരുന്നു കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇസ്ലാമിലെ ആദ്യം പഠിപ്പിക്കപ്പെടുന്ന പാഠങ്ങളാണിത്. കുടുംബബന്ധത്തിന് അത്ര പ്രാധാന്യമുണ്ട് എന്ന് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുർറുൻ വ അബ്ദുൻ, ഒരു സ്വതന്ത്രനായ ആളുമുണ്ട്, ഒരു അടിമയുമുണ്ട്, അത്ര ആളെ ഉള്ളൂ എന്നാണ്. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നി മുത്തബിഉക്, ഞാൻ താങ്കളെ പിൻപറ്റുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അതൊക്കെ ശരി, പക്ഷേ നിനക്കിത് പരസ്യമായി പറയാൻ കഴിയില്ല, നിനക്കിത് കഴിയില്ല, ഇന്നത് കഴിയില്ല, അഥവാ നീ ഇന്നത് ചെയ്യരുത്, ഇന്ന് നീ എൻ്റെ അവസ്ഥ കാണുന്നില്ലേ, അലാ തറ ഹാലി, എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ, വഹാലന്നാസ്, ജനങ്ങളുടെ അവസ്ഥയെ നീ കാണുന്നില്ലേ, നീ അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അഥവാ രഹസ്യ പ്രബോധനത്തിൻ്റെ കാലമായതുകൊണ്ട് അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിലേക്ക് തിരിച്ചുപോയി
പിന്നീട് നീ എന്നെക്കുറിച്ച് കേൾക്കും, എനിക്ക് ശക്തി കൈവന്നതായും അതുപോലെ തന്നെ എൻ്റെ കാര്യം അത് ആളുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു കാര്യമായി മാറിയതായി നീ കേൾക്കും. ഈ കാര്യത്തിലൊരു നല്ലൊരു സ്ഥിതി ലോകത്തുണ്ടായത് നിനക്ക് മനസ്സിലാകും. അന്ന് നീ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് അയാളെ അയക്കും. അയാൾ പിന്നീട് മദീനയിൽ എത്തിയതിനു ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരുന്നത്. അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുണ്ടായ സന്ദർഭങ്ങളാണ് നമ്മൾ ഈ കേട്ടുപോകുന്നത്. അദ്ദേഹം മദീനയിൽ പിൽക്കാലത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരുമ്പോൾ അയാൾ ചോദിക്കും, അതാരിഫുനി യാ റസൂലല്ലാഹ്, അതാരിഫുനി റസൂലെ, നിങ്ങൾക്ക് എന്നെ അറിയോ? റസൂൽ പറയും, അതെ എനിക്കറിയാം, മക്കയിൽ നിന്ന് കണ്ടയാളല്ലേ നിങ്ങൾ? അതെ, അത് തന്നെ എന്ന് പറഞ്ഞ് പിന്നീട് അയാൾ നിസ്കാരം മുതൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ റസൂലിനോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി. ആ ഹദീസ് അതുകൊണ്ട് അതിനുശേഷം വളരെ നീണ്ട ഹദീസാണ്. അതൊക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം പിന്നീട് പൊതു മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരുന്നത്. അതുപോലെ തന്നെ അന്ന് മുസ്ലിങ്ങൾ ആയ ആളുകളുടെ കുറച്ച് ആളുകൾ കൂടിയാണ്. ഒന്ന് മസ്ഊദ് ബിൻ റബിയ, സ്വഹാബികൾ, നമ്മൾ ജസ്റ്റ് കേട്ടുപോയത്. അതുപോലെ അയ്യാഷ് ബിൻ അബി റബിയ, ഖുനൈസ് ബിൻ ഹുദാഫ, ആമിർ ബിൻ റബിയ, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, അതുപോലെ റസൂലിൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ മകൻ ജാഫർ ബിൻ അബി ത്വാലിബ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ്. ഇവരൊക്കെ പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടവരും ഇസ്ലാമിന് വേണ്ടി വളരെ സംഭാവനകൾ അർപ്പിച്ച ആളുകളുമാണ്. അതുപോലെ തന്നെ സായിബ് ബിൻ മദഊൻ, നുഐം ബിൻ അബ്ദില്ല, ആമിർ ബിൻ ഫുഹൈറ, ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ്, അബൂ ഹുദൈഫത്ത് ബിൻ ഉത്ബ, സുഹൈബ് ഇബ്നു സിനാൻ, മിസ്അബ് ബിൻ ഉമൈർ, ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ആദ്യകാലത്ത് റസൂൽ പുറത്ത് പ്രബോധനം ചെയ്യാൻ പരസ്യമായി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ രഹസ്യമായ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകളാണ്. അങ്ങനെ ചില സീറ ഗ്രന്ഥകാരന്മാർ ഉദ്ധരിക്കുന്നത് പോലെ ഏകദേശം 67 ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമായി, അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതിൽ അധികവും സ്വതന്ത്രരായ ആളുകൾ തന്നെയായിരുന്നു. 13 അടിമകളാണ് അന്ന് ഈ 67 ഉണ്ടായിരുന്നത്.